ശ്രീ ഫക്രുദ്ദീൻ, 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 15 മാസം ബാക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും മുന്നൊരുക്കം ആരംഭിച്ചു. BJP വലിയൊരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് രംഗത്ത് വരുന്നത്. താഴെത്തട്ട് മുതൽ പുനഃസംഘടനാ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നു. ജില്ലകളൊക്കെ BJPയുടെ ലിസ്റ്റിൽ കൂടിയിരിക്കുകയാണ്. അവർക്ക് ഏതാണ്ട് 27 ജില്ലകൾ വരെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത് BJP. 36 പറഞ്ഞിരുന്നത് കേരളം പിടിക്കുമെന്ന്. അതിനു മുമ്പ് എന്തെങ്കിലും വലിയ സംഭവം ഉണ്ടാകുമോ? നടക്കില്ല. ഇവിടെ 5 സീറ്റോ 10 സീറ്റോ കിട്ടിയാൽ ബാക്കി. മറ്റൊന്നും കൊണ്ടല്ലേ ഇവർ തമ്മിലുള്ള അടിയും. പിന്നെ കേരളത്തിൽ ഇപ്പോഴും BJPനെ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ള സത്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇമേജ്, അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയാണ്. പിന്നെ BJP വോട്ട് ഷെയർ കൂട്ടുന്നുണ്ട്. എങ്കിലും ഭരിക്കാനോ മുഖ്യ പ്രതിപക്ഷമാണുള്ള ശേഷിയൊന്നും ഇപ്പോൾ ആയിട്ടില്ല. അത് കുറച്ചുകൂടി ടൈം എടുക്കും. അതിനവർ കുറച്ചൊരു കരിസ്മാറ്റിക് ലീഡർഷിപ്പൊക്കെ അവർക്ക് വേണം. അതെന്നുവെച്ചാൽ ആളുകളെ ഇളക്കാൻ പറ്റിയ ആളുകൾ പിണറായി വിജയനൊക്കെ പറയും. ആളുകളെ ഇളക്കാൻ പറ്റണം, ശത്രുക്കളെ പോലും ബഹുമാനം പിടിച്ചു പറ്റാൻ പറ്റണം. അങ്ങനെ ലീഡർഷിപ്പ് അങ്ങനെ നോക്കിയിട്ട് ഒന്നെങ്കിൽ തന്ത്രപരമായിട്ട് അവർ ക്രിസ്ത്യൻ, എന്നാണ് ജയശങ്കർ പോകും, ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി, അല്ല ക്രിസ്ത്യൻ പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി. അത് ജോർജ് കുര്യനാണുള്ളത്. കുര്യൻ പിന്നെ അവിടെ മന്ത്രി ആയതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ യുവാക്കളുണ്ട്, അനൂപ് ആന്റണി പക്ഷേ കേരള സാഹചര്യം എത്ര അറിയുമെന്ന് എനിക്കറിയില്ല. അയാളെ സാഹചര്യം അറിയെങ്കിൽ അനൂപ് ആന്റണി കൊള്ളാം. അനിൽ ആന്റണി അല്ലേ കറക്റ്റാണ്. അനൂപ് ആന്റണി അറിയുന്നുണ്ട്, മറ്റേ തിരുവല്ല മത്സരിച്ച്. ആ കൊള്ളാം. അത് പിന്നെ വേറൊരിടത്തേട്ട് മാറ്റി. അതും ഈ പറഞ്ഞ പോലെ സുരേന്ദ്രനാണ് അതിനെ തകർത്ത് കളഞ്ഞെന്നുള്ള അനൂപ് ആന്റണിയെ. നമുക്കറിയില്ല. എന്നൊക്കെ അവരുള്ളത് പല ഇൻഫർമേഷൻ നമുക്കുണ്ട്. ഇതൊന്നും കണ്ണുടച്ചെടുക്കണം. കോൺഗ്രസിനെക്കാളും കഷ്ടമാണ്. ഞാനതുകൊണ്ടൊന്നും കണ്ണടച്ചെടുക്കാറില്ല അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്. ഏതായാലും അനൂപ് ആന്റണി അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് യങ്ങാണ്, ഒന്ന് ഡൽഹി ലീഡർഷിപ്പ് ആയിട്ട് നല്ല കണക്ഷനാണ്, 2 മൈനോറിറ്റിയാണ്. അത് ക്രിസ്ത്യൻസിനെ കൂടുതലായിട്ട് BJPയിൽ ഘടിപ്പിക്കാൻ സാധിക്കും. ക്രിസ്ത്യൻസിന് ഈ കിട്ടേണ്ട വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈഴവരുടെ വോട്ടും ക്രിസ്ത്യൻ വോട്ടാണ്. മുസ്ലിം വോട്ട് പ്രതീക്ഷിക്കേണ്ട, അത് കുറച്ചുകൂടി ടൈം എടുക്കും. ക്രിസ്ത്യൻ വോട്ടാണ്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വന്നത് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഇമേജും പിന്നെ ക്രിസ്ത്യാനികൾ ഡെലിവർ ചെയ്യുന്നത് നോക്കും. മാണി സാറിൻ്റെ ക്രിസ്ത്യാനികൾക്ക് ഇത്തിരി ഇഷ്ടപ്പെടാൻ കാരണം മാണി സാർ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലെ വെറുതെ ഈ ആശയത്തിൻ്റെ നമ്മൾ വെള്ളാപ്പള്ളി പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും ജാതി നോക്കി വോട്ട് ചെയ്യും, നമ്മുടെ സമുദായം മാത്രം ചിഹ്നം നോക്കി വോട്ട് ചെയ്യും, അതാണ് നമ്മളെ പ്രശ്നം. അതേപോലെയാണ് അവർ ക്രിസ്ത്യൻസ് അങ്ങനെ ചിഹ്നം നോക്കിയൊന്നുമല്ല വോട്ട് ചെയ്യും. അവർ എന്താണ് കോൺഗ്രസ് അവർക്ക് ഡെലിവർ ചെയ്തു, കോൺഗ്രസിന് വോട്ട് ചെയ്തു. സുരേഷ് ഗോപി ഇടത്തിനേം കാലം നിന്ന് പല കാര്യങ്ങളിലും ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. NRIs ആണല്ലോ കൂടുതൽ, അവരെയൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹം നന്നായിട്ട് ഇടപെടുന്നുണ്ട്. പിന്നെ അദ്ദേഹം ബേസിക്കലി ക്രിസ്ത്യൻ ഇൻഫാൻറ്റ് ജീസസ് സ്കൂളൊക്കെ പഠിക്കുക, അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ അദ്ദേഹത്തിനാണ്. അതിൽ അങ്ങനെ പഠിച്ച ഒരുപാട് ആളുണ്ട്. പ്രേമനൊക്കെ അങ്ങനെ പഠിച്ചത്. പ്രേമന അവിടെ പഠിച്ചത് എനിക്കറിയില്ല. ഇവർ രണ്ടുപേരും സൈനിക സ്കൂളിൽ പഠിച്ചെന്നാണ് സുരേഷ് ഗോപി. അല്ല, ഇത് ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ പഠിച്ചെന്ന് ഒരുപാട് പൊളിറ്റീഷ്യൻസ് കേരളത്തിൽ വേറെ ഉണ്ട്. അപ്പം അത് ആ രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതൽ ക്രിസ്ത്യൻസ് വിശ്വാസം ആർജിക്കണമെങ്കിൽ, എസ്പെഷ്യലി ഇപ്പം ഉത്തരേന്ത്യയിൽ ഈ പറഞ്ഞ ഇവാഞ്ചലിസ്റ്റുകളും സംഘവും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫൈറ്റാണ്. ഒരാളെ പിടിക്കാൻ വേണ്ടി ഗ്രാമങ്ങളിലൊക്കെ പോവുകയും അവിടെ ഈ പറയുന്ന കൺവേർഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. 2, അവിടെ ഗ്രാമങ്ങൾ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. ഇവരുടെ ഈ പ്രവർത്തനങ്ങളോടെ സ്കൂളുകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്, ഹോസ്പിറ്റലിങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ചെയ്യുന്നത് പോസിറ്റീവാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പതുക്കെ ഇന്ത്യനെ ഇവാഞ്ചലൈസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് RSS ശക്തമായിട്ട് അതിൽ ഇടപെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടയ്ക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളാണ് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പവരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇവാഞ്ചലിസ്റ്റുകളുള്ളത്. അതിന് സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് പോകുന്ന ആളുകൾ. അവരാണ് കഴിഞ്ഞ ദിവസം യോഗി അറസ്റ്റ് ചെയ്തത്. അപ്പം ആ ഒരു പ്രോബ്ലം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രോബ്ലത്തിനിടയ്ക്ക് ഈ ക്രിസ്ത്യൻസിനെ കൂടെ നിർത്താനുള്ള ഒരു ഹെക്റ്റിക് ടാസ്ക്കാണ്. അതിന് അവരുടെ വിശ്വാസം ആർജിക്കാൻ പറ്റിയ ഒരാൾ വരണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എന്തുകൊണ്ടാണ് സിറിയൻ ക്രിസ്ത്യൻസിനെ ആ ഒരു പ്രശ്നമില്ലാത്തതെന്ന് വെച്ചാൽ സിറിയൻ ക്രിസ്ത്യൻസ് കൺവേർഷനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ അതിനെ കെട്ടിക്കൊണ്ട് വന്നാൽ ഒന്ന് മാമോദീസ മുക്കും, അല്ലെങ്കിൽ പെണ്ണിനെ മുക്കണമെന്നില്ല, മക്കളെ മുക്കിയാലും മതി. ഇല്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവർ കൺവേർഷൻ മാസ് കൺവേർഷൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. 50 ശേഷം അങ്ങനെ പരിപാടിയില്ല. അപ്പോൾ അവരാണ് BJP. അതില്ല, നായരെക്കാട്ടും വലിയ ഹിന്ദു എന്ന് നടക്കുന്ന ആളുകളാണ്, ബ്രാഹ്മണനാന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഈ സിറിയൻ ക്രിസ്ത്യാനികൾ, അറിയാലോ. അപ്പം അവരെ ടാർഗറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവരെ BJPയിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ അതിന് അവർ പക്ഷേ വളരെ ഫിനാൻഷ്യലി നിങ്ങളെല്ലാ സഹായവും അവർക്ക് ആവശ്യമില്ല. ഫിനാൻഷ്യലി വെരി സ്ട്രോങ്, സോഷ്യലി വെരി സ്ട്രോങ്,
ദേ ആർ വെരി സ്ട്രോങ് ഡയസ്പോറ. മാത്രമല്ല വത്തിക്കാനിലൊക്കെ ഭയങ്കര സ്വാധീനമുള്ള ആളുകളാണ്. അപ്പോൾ അവരെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ആ ബഹുമാനം കൊടുക്കണം, അവരെ വിശ്വാസം ആർജിക്കുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിൻ്റെ ഇടയ്ക്ക് ഗണപതി വട്ടം എന്നൊക്കെ പോയി പറഞ്ഞാൽ അവർ വിചാരിക്കും അവർ ബഹുമാനം എന്നാൾ യാതൊരു സ്കോപ്പും ഇല്ലെന്ന് വിചാരിക്കും. ഇപ്പോൾ മുസ്ലിംസിനെ പോലെ അല്ല, മുസ്ലിംസ് ലോകത്ത് എവിടെ പോയാലും അവർ ആക്സെപ്റ്റഡ് ആണ്. മുസ്ലിംസിനാണ് എവിടെ പോയാലും ബുദ്ധിമുട്ട്. അപ്പം BJPയുടെ സപ്പോർട്ടൊന്നും അവർക്ക് ആവശ്യമില്ല. അവർ ലോകത്ത് എവിടെ പോയാലും വന്നാൽ അവർക്ക് വർഷം വന്നാൽ അമേരിക്ക നേരിട്ട് ഇടപെടും. ഞാൻ കേട്ടത് ഇവിടെ ഒരു പാതിരിയുടെ മോനെ മറ്റോ പോലീസ് വിളിച്ചിട്ട് ജോർജ് ബുഷ് ജൂനിയറാണെന്ന് പ്രൈം മിനിസ്റ്ററിനെ നേരിട്ട് വിളിച്ചത്, മൻമോഹൻ സിംഗിനെ. അമ്മാതിരി സ്വാധീനമുള്ള ആളുകളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം BJPക്ക് അനുകൂലമായിട്ടൊരു ട്രെൻഡുണ്ട്. അത് CPM അവർക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഫീലാണ്. ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾ നോക്കിയാൽ മതി. അധസ്ഥിത വിഭാഗം എന്ന രീതിയിൽ പിന്നെ അധസ്ഥിത വിഭാഗം, അതുപോലെ പിന്നോക്ക വിഭാഗം എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ CPM ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഹ്യൂജ് പോപ്പുലേഷൻ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവർ പറയുന്നത് ഞങ്ങളെല്ലാം CPMനാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ CPM ബേസിക്കലി നമ്മളെ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പാർട്ടി ആയിരിക്കണം. പക്ഷേ CPM ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ പുതിയ ജനറേഷനായി ഷിഫ്റ്റ് ആൻഡ് ടേൺസ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇലക്ടറൽ പൊളിറ്റിക്സിലും വോട്ടുകൾ എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൂടുതൽ ആ പാർട്ടിയിലേക്ക് ആകർഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ അതുവരെ ഒന്നും അല്ലാതെ ഇരുന്ന ഒരു മുസ്ലിം വന്ന് പെട്ടെന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആകുമ്പോൾ 10-30 വർഷം പാർട്ടിയുടെ കൂടെ നടന്നിട്ടുള്ള ഈഴവൻ പ്രശ്നമാണ്, സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ മോഡി എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഫീലൊക്കെ വരും. BJPക്കാരാണെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കും, വളരെ സജീവമായി ടാർഗറ്റ് ചെയ്ത് അവർ വിട്ടു പോകും. മുരളീധരനൊക്കെ അങ്ങനെയാണ്. മുരളീധരൻ നമ്മളെ സുരേന്ദ്രനെ പോലെ സൗണ്ടൊന്നും ഉണ്ടാക്കുക, വളരെ സൈലൻറ്റ് പ്രവർത്തനമാണ്. ആ സൈലൻറ്റ് പ്രവർത്തനം മുരളീധരൻ 5 വർഷം അവിടെ നടത്തിയതിൻ്റെ ഫലമാണ് ജയത്തിൻ്റെ അടുത്ത് മുരളീധരൻ ആറ്റിങ്ങിലെത്തിയത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. അപ്പം ഇപ്പം മുരളീധരൻ ആൻഡ് സുരേന്ദ്രൻ രണ്ടുപേരും, ഒരാൾ ഈഴവനും ഒരാൾ തീയനുമല്ലേ, അവർ രണ്ടുപേരും ആ കമ്മ്യൂണിറ്റി എന്നുള്ള സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുണ്ട്. മുരളീധരൻ മന്ത്രിയായി. അപ്പോൾ ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്നില്ല. ഇനി എനിക്ക് തോന്നുന്നു BJP നടത്തേണ്ട ഒരു സ്ട്രാറ്റജിക്കായിട്ട് നീക്കം തുഷാറിനൊരു മന്ത്രിയാക്കുക എന്നുള്ളത്. തുഷാറിനെ മന്ത്രിയാക്കാൻ തുഷാറിനെ ഈ SNDP ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈഴവന്മാരുണ്ട്. അവരിപ്പോഴും CPMനെ കോൺഗ്രസിനോടൊക്കെ അനുഭാവം കാണിക്കുന്ന ആളുകളാണ് പലരും. അവർ കൂടുതൽ വിശ്വാസം വരും. ഈ ഈഴവ മേഖലകളിൽ BJP കൂടുതൽ സീറ്റുകൾ കിട്ടും. തുഷാർ അതൃപ്തനായിട്ട് നിൽക്കുകയല്ലോ. തുഷാർ പക്ഷേ അച്ഛൻ്റെ അത്ര ഇമ്പൾസീവ് അല്ല, കുറച്ചും കൂടി നല്ല മെച്യൂരിറ്റി കാണിക്കുന്നുണ്ട് തുഷാർ. തുഷാറിനെ നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റും. അച്ഛൻ അങ്ങനെയല്ല, മൂപ്പര് ഓരോ സമയത്തും ആ സമയത്ത് എന്താണ് അതനുസരിച്ചാണ് പ്രതികരിക്കുക. തുഷാർ അങ്ങനെയല്ല, കൺസിസ്റ്റൻസി ഉണ്ട് തുഷാർ. അപ്പോൾ അതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ അത് തുഷാറിൻ്റെ സംസ്ഥാന അയാൾക്ക് തുഷാറിന് വേറെ പാർട്ടി ഉണ്ട്, ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുക. ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആകെ തുഷാറിനെ മന്ത്രിയാക്കുക എന്നുള്ളത്. അതോടുകൂടി ആ പാർട്ടി അങ്ങ് ശക്തിപ്പെടും. അപ്പോൾ അതോടുകൂടിയിട്ട് മറ്റ് വോട്ട് ബാങ്ക് പാർട്ടിക്ക് പോകുന്ന 7 വോട്ടുകൾ ആകർഷിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഒരു ക്രിസ്ത്യൻ സംസ്ഥാന സെക്രട്ടറി വരികയും അയാൾ ഔട്ട്സ്പോക്കൺ അല്ലാതിരിക്കുകയും അയാൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ അനുപാലനെ കൊള്ളാം. അനിലാന്റണി അല്ല കേട്ടോ, അനിലാന്റണി കൂടി പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അനുപാലനെ കൊള്ളാം. അപ്പം അങ്ങനെയാണെങ്കിൽ BJPക്ക് ഇവിടെ ഒരു സാധ്യതയുണ്ട്. തന്ത്രപരമായി നീങ്ങണം. അതായത് നിങ്ങളെ ഗ്രൂപ്പും സ്വാധീനമൊന്നും വെച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം മുസ്ലിം ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം ഉണ്ടായപ്പോൾ അത് ലോകത്തൊരു വലിയ മതമായി മാറാൻ കാരണം അറബികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഐക്യം വളരെ ശക്തമായിരുന്നു ആദ്യ കാലഘട്ടം. ഇവന്മാരുടെ ഇൻഫൈറ്റ് ഉണ്ടെങ്കിൽ പോലും യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അള്ളാഹ് വേണ്ടി ഒരു യുദ്ധം. അതുപോലെ റോമക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷമുള്ള അവരുടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ അത് ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധമായി മാറും. അപ്പം അതേപോലെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ഹിന്ദുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരുപാട് സംഘടനകൾ അതിൻ്റെ മുമ്പ് വന്നിരുന്നു. അവർക്കൊന്നും RSSനെ പോലെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് RSS വലിയ മൂവ്മെൻ്റ് ആയത്. അപ്പം അതേപോലെ ചെയ്യാൻ പറ്റണം. അത് ആളുകൾ വിശ്വാസം നേടിയെടുത്തിട്ട് കൂറ് ജനിപ്പിക്കാൻ പറ്റണം, എങ്കിലേ രക്ഷപ്പെടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.